ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഷഹനാസ് മാജിക്സ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് ഷാർജയിൽ പുതിയതായിട്ട് ഓപ്പൺ ചെയ്തിട്ടുള്ള ഒരു ബീച്ചിലേക്കാണ് കേട്ടോ. അപ്പോൾ നമ്മളിതിനെ പറ്റിയിട്ട് ഇൻസ്റ്റയിലൊക്കെ കണ്ടതാണ്. അപ്പോൾ നമ്മുടെ നെയ്ബേഴ്സ് എല്ലാവരും ഈ റീല് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ റീൽസിലൊക്കെ കാണാൻ നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഏതായാലും നമ്മൾ ആരും കണ്ടിട്ടില്ല, പുതിയതായിട്ട് ഇപ്പോൾ 2 ദിവസം അങ്ങനെ ഇതായിട്ടുണ്ടായിരുന്നുള്ളൂ ഓപ്പൺ ആയിട്ട്. അപ്പോൾ നമ്മൾ അവിടെ തന്നെ പോയി കാണാമെന്ന് വിചാരിച്ചു. അപ്പോൾ പുതിയതായിട്ട് ഓപ്പൺ ആക്കിയതുകൊണ്ട് നമുക്ക് ലൊക്കേഷൻ കറക്റ്റ് അറിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെയൊക്കെ ഇങ്ങനെ കുറച്ചൊരു വെള്ളവും കാര്യങ്ങളൊക്കെ ഉള്ള ഏരിയയിലാണ്. നമ്മൾ റീൽസിൽ കണ്ടിട്ടുണ്ടായിരുന്നത് ഇങ്ങനെ ഒരുപാട് കാറ്റാടി മരങ്ങളും പിന്നെ നല്ല ബീച്ച് സൈഡും ഒക്കെ ഉള്ള നമ്മളെ ബേപ്പൂരൊക്കെ ഉള്ള പോലത്തെ കുറച്ച് നടക്കാനൊക്കെ ഉള്ള അങ്ങനെയുള്ള ഏരിയ ഒക്കെ ഉള്ള ഭാഗമാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഇറങ്ങിയ ഭാഗം എന്തോ ചെറുതായിട്ടൊന്ന് തെറ്റിപ്പോയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കറക്റ്റ് പ്ലേസിലേക്ക് തന്നെ പോയി അപ്പോൾ അവിടെ കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട്. നമ്മൾ റീൽസിൽ കണ്ട പോലെയൊക്കെ തന്നെ ഉണ്ട്. പിന്നെ കടലിലേക്ക് ഒരു നടപ്പാതൊക്കെ ഉണ്ട്, നല്ല വെളിച്ചവും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല വൃത്തിയൊക്കെ ഉണ്ട്. അപ്പോൾ പുതിയതായിട്ട് തുടങ്ങിയതുകൊണ്ട് മാത്രമല്ല, ഇവിടെ പൊതുവെ ഇങ്ങനെയാണ്, മൊത്തത്തിൽ നല്ല വൃത്തിയിലാണ് കേട്ടോ ഇവിടെയൊക്കെ സൂക്ഷിക്കുക. അപ്പോൾ നമ്മൾ ഇങ്ങനെ എന്തായാലും കുറച്ച് നടക്കാൻ വിചാരിച്ചിട്ട് ഇങ്ങനെ നടക്കുക. അപ്പോൾ സൈഡിലൊക്കെ ആയിട്ടാണ് നമ്മുടെ കാറ്റാടി പോലത്തെ ഒരുപാട് മരങ്ങളുണ്ട്. ശരിക്കും അത് പകൽ വെളിച്ചത്ത് കാണാൻ കുറച്ചുകൂടി ഭംഗിയുണ്ടാകും. ശരിക്കും നമ്മളെ നാട്ടിലുള്ള ആ ഒരു കാഴ്ച പോലെ ഉണ്ടായിരുന്നു കേട്ടോ റീൽസിലൊക്കെ കാണാം. അപ്പോൾ നമ്മൾ പറയായിരുന്നു കുറച്ച് നേരത്തെ വരേണ്ടതായിരുന്നു എന്ന്. പിന്നെ ഇവിടുന്ന് ആ കൽഭിത്തിയിലൂടെ ചവിട്ടി താഴേക്ക് ഇറങ്ങിയാൽ നമുക്ക് കടലിലേക്ക് ഇറങ്ങുകയും ചെയ്യാം കേട്ടോ. നമുക്ക് ഇങ്ങനെ തിരമാലകളിലൊക്കെ കളിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇറങ്ങാം. അപ്പോൾ നമ്മളാരും പിന്നെ അങ്ങോട്ട് ഇറങ്ങാനൊന്നും പോയിട്ടില്ല. പിന്നെ ഇതിങ്ങനെ ഒരുപാടൊന്നും നടക്കാനില്ല, കുറച്ച് നടക്കാനേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു അറ്റം വരെ നടന്നു. പിന്നെ മക്കളൊക്കെ നല്ല കളിയായിരുന്നു കേട്ടോ. അവരിങ്ങനെ വീക്കെൻഡിലല്ലേ പുറത്തിറങ്ങുന്നത്. അപ്പോൾ എനിക്ക് ഇങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നു അവിടേക്ക് ഇറങ്ങണമെന്ന്. പിന്നെ മക്കളുള്ളതുകൊണ്ട് ഇങ്ങനെ മടിച്ച് നിൽക്കുമായിരുന്നു. പിന്നെ എന്തായാലും മക്കളെ ആണുങ്ങളെടുത്ത് ഏൽപ്പിച്ചിട്ട് ഞങ്ങൾ പെണ്ണുങ്ങളൊക്കെ അവിടേക്ക് ഇറങ്ങി. നല്ല ഭംഗിയുണ്ടായിരുന്നു. ശരിക്കും മേലെ ഇരിക്കുന്നതിനെക്കാട്ടും ഭംഗി ഇവിടേക്ക് ഇറങ്ങി ഇരിക്കുന്നതാണ്. പക്ഷെ മക്കളെയും കൊണ്ട് ഇറങ്ങുന്നത് ഡേഞ്ചറാണ്. പക്ഷേ എന്താ പറയുക, ആ കടൽ വെള്ളത്തിൻ്റെ ആ സൗണ്ടും നല്ല കാറ്റും പിന്നെ നമ്മളിങ്ങനെ ആ പാറക്കെട്ടുമ്പോൾ ഇരിക്കുമ്പോൾ ഒരു പ്രത്യേക ഫീൽ തന്നെ ഉണ്ട് കേട്ടോ, അങ്ങനെ സംസാരിച്ചിരിക്കാനായിട്ട്. പിന്നെ അവിടെ ഒരുപാട് നേരമൊന്നും സ്പെൻഡ് ചെയ്യാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴേക്കും അവിടുന്ന് മേലെന്ന് ഞങ്ങളെ പിന്നെ ഭർത്താക്കന്മാർ അങ്ങോട്ടേക്ക് തന്നെ വിളിക്കുകയുണ്ടായത് കേട്ടോ. പക്ഷേ എന്താ പറയുക, നല്ലൊരു സുഖം ഉണ്ടായിരുന്നു അവിടെ ഇരിക്കാനായിട്ട്. പിന്നെ എന്തോ ഒരു ഞണ്ടാണെന്നാണ് എൻ്റെ കൂടെ ഉള്ളവരൊക്കെ പറഞ്ഞത്. പക്ഷെ എനിക്കത് ഞണ്ടായിട്ട് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും ഞാൻ ക്യാമറ ഓണാക്കി എടുത്തപ്പോഴേക്കും അത് ഒരുപാട് ദൂരത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. മേ ബി ഞണ്ട് തന്നെ ആയിരിക്കും. അത് കഴിഞ്ഞ് ഞങ്ങൾ മേലേക്ക് തന്നെ കയറിട്ടോ. എന്താ വെച്ചാൽ പിറ്റേന്ന് വർക്കിംഗ് ഡേ ആണ്. അപ്പോൾ ഇനിയും ഒരുപാട് ലേറ്റ് ആയാൽ നടക്കില്ല. പിന്നെ മക്കൾക്കൊക്കെ വീട്ടിൽ പോയിട്ട് ഫുഡൊക്കെ കൊടുക്കണം. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഫുഡ് എന്തെങ്കിലും കഴിക്കാൻ വെച്ചിട്ട്, പിന്നെ ഇവിടെ ഫേമസ് ആയിട്ടുള്ള സൗദി ഷവർമ പറഞ്ഞിട്ട് ഒരു ഷവർമ ഉണ്ട്. അപ്പോൾ ഞാനിത് ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. ഇത് ഇവിടെ ഇങ്ങനെ ഒരു ബോക്സ് ആയിട്ടാട്ടോ കിട്ടുക. അപ്പോൾ അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള ഷവർമ തന്നെയായിരുന്നു കേട്ടോ. മക്കളൊക്കെ പിന്നെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. മക്കൾക്കൊക്കെ നല്ല വിശപ്പുമായിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നെ വീട്ടിലെത്തിയിട്ട് എന്തെങ്കിലും ഫുഡ് കൊടുക്കുക വെച്ചിട്ട് പിന്നെ നമ്മൾ വേഗം ഫുഡ് കഴിച്ച് അവിടുന്ന് പോരാണ്ടായത്. നമ്മുടെ ഈ തൊട്ടടുത്ത ഏരിയ തന്നെ ആയിരുന്നു. അങ്ങനെ നമ്മളെ വില്ലയിലെത്തി. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം. പിന്നെ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.